ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഷുവർ കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്ലാന്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനായിക്കോട്ടെ, അല്ലെങ്കിൽ ജൂനിയർ സൂപ്പർവൈസർ പോസ്റ്റിലേക്കുള്ള എക്സാമിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മിൽമേൻ്റെ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുള്ള കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാ പോസ്റ്റിലേക്കും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ മിൽമയെക്കുറിച്ചിട്ടും ആപ്കോസിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നോട്ട്സൊക്കെ എടുത്തിട്ട് പ്രിപ്പയർ ആയിരുന്നോളൂ. നോട്ട്സ് പോയിൻ്റ് എഴുതി വെച്ചിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഡയറി കോർപ്പറേറ്റീവ്സ് ഇൻ കേരള വർക്കിംഗ് ഓൺ 3 ടയർ സ്ട്രക്ചർ. കേരളത്തിലെ ഡയറി കോർപ്പറേറ്റീവ്സ് 3 ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 3 ടയറിൽ അതിനൊരു ബേസ് ലെവൽ ഉണ്ടാവും, അതിൻ്റെ നടുവിൽ സെൻട്രൽ ലെവൽ ഉണ്ടാവും, ഏറ്റവും മുകളിലായിട്ട് ഒരു അപ്പെക്സ് ലെവൽ ഉണ്ടാവും. അങ്ങനെ 3 ടയറിലാണ് കേരളത്തിലെ ഡയറി കോർപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും അപ്പെക്സ് ലെവൽ, അതായത് ഏറ്റവും മുകളിലെ ലെവലിൽ കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF, അതായത് നമ്മുടെ മിൽമയാണ് ഏറ്റവും അപ്പെക്സ് ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മിഡിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. അപ്പോൾ അപ്പെക്സ് ലെവലിൽ മിൽമ, സെൻട്രൽ ഓർ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. അതിൻ്റെ ഏറ്റവും പ്രൈമറി, അതായത് ബേസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രൈമറി ലെവൽ ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീൻ്റെ ഏറ്റവും ബേസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആപ്കോസ് അല്ലെങ്കിൽ പ്രൈമറി മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ബേസ് ലെവലിൽ കേരളത്തിൽ ഡയറി കോർപ്പറേറ്റീവ്സിൻ്റെ 3 ടയറിലാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും ബേസ് ലെവലിൽ ആപ്കോസ് അല്ലെങ്കിൽ പ്രൈമറി മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മിൽക്ക് സൊസൈറ്റികളുണ്ടല്ലോ, അതാണ് ഏറ്റവും ബേസ് ലെവൽ. അതിൻ്റെ സെൻട്രൽ ലെവലിൽ വരുന്നത് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് ലെവലിൽ അപ്പെക്സ് ലെവലിൽ വരുന്നത് മിൽമ, കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് KCMMF മിൽമയാണ് അപ്പെക്സ് ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബേസ് ലെവലിൽ ആപ്കോസ് ആണെന്ന്. ആപ്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആപ്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദ് പാറ്റേൺ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ആപ്കോസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് പാറ്റേൺ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഏതൊരു റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെതും, അതായത് ഏതൊരു റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മെമ്പേഴ്സ് എപ്പോഴും ആപ്കോസ് ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ സെൻട്രൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണെന്ന് പറഞ്ഞല്ലോ. ആ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേസ് ലെവലിലുള്ള ആപ്കോസുകളാണ്. ആപ്കോസിൻ്റെ ഷെയർ വാല്യൂ പറയുന്നുണ്ട്. വാല്യൂ ഓഫ് ഷെയർ 10 രൂപയാണ്. 10 രൂപയാണ് ഈ ആപ്കോസിൻ്റെ വാല്യൂ ഓഫ് ഷെയർ വരുന്നത്. നോർമലി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആപ്കോസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് 2 അല്ലെങ്കിൽ 3 വാർഡ്. ഒരു പഞ്ചായത്തിലെ 2 അല്ലെങ്കിൽ 3 വാർഡുകളുമാണ് ഒരു ആപ്കോസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പാൽ സൊസൈറ്റികളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലെ 2 അല്ലെങ്കിൽ 3 വാർഡുകളാണ്. അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡിയാണ്. എല്ലാ കോർപ്പറേറ്റീവ് സൊസൈറ്റികളെയും പോലെ തന്നെ ആപ്കോസിൻ്റെ ഫൈനൽ അതോറിറ്റി വരുന്നത് ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡി എന്താണെന്നൊക്കെ ഈ ടേം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഡൗട്ടായി ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ആരൊക്കെയാണ് ഈ ആപ്കോസിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ ലെവലിലെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്കോസാണ്. ഈ ആപ്കോസിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ membership is open to milk producing members who have a cow or buffalo and supplies his milk to the society for 90 days within a consecutive period of 120 days and shall not sold his milk to anywhere else. അതായത് ഒരു ആപ്കോസിലെ മെമ്പർ ആവണമെങ്കിൽ അയാൾക്കൊരു കവോ ബഫല്ലോ ഉണ്ടായിരിക്കണം. അതിൻ്റെ പാല് ഈ സൊസൈറ്റിയിലേക്ക് 120 ദിവസത്തിൽ 90 ദിവസം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 120 ദിവസത്തിൽ 90 ദിവസം അതിൻ്റെ പാല് ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ആളായിരിക്കണം. അതുമാത്രമല്ല ഈ പശുവിൻ്റെ അല്ലെങ്കിൽ ബഫലോൻ്റെ പാല് വേറെ എവിടെയും വിൽക്കാനും പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ആപ്കോസിൽ മെമ്പർഷിപ്പ് ലഭിക്കുക. അതായത് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് സൊസൈറ്റികളിലേക്ക്
കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 120 ഡേയ്സിൽ ഒരു 90 ഡേയ്സ് കൊടുക്കുകയും വേണം. വേറെ എവിടെയും ഇതിൻ്റെ പാല് വിൽക്കാനോ പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ മിൽക്ക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ലഭിക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഈ ആപ്കോസിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡിയാണെന്ന്. അതേപോലെ തന്നെ ഈ ആപ്കോസിന് ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൂപ്പർവൈസറി പവർ കൊടുത്തിരിക്കുന്നത് പ്രസിഡൻറ്റിലാണ്. The president have supervisory power over all the business of society of APCOS. ആപ്കോസിൻ്റെ സൊസൈറ്റീൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെ പവേഴ്സും എല്ലാ സൂപ്പർവൈസറി പവേഴ്സ് ഉള്ളത് പ്രസിഡൻറ്റിലാണ്. പ്രസിഡൻ്റാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളെന്നല്ല, അതിൻ്റെ എല്ലാ സൂപ്പർവൈസറി പവർ ഉള്ള ആൾ പ്രസിഡൻ്റാണ്. ആപ്കോസിൽ കൊടുക്കുന്ന പാലിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? In APCOS, milk value is given to the farmers on the basis of fat and SNF. ഫാറ്റിൻ്റെ SNFിൻ്റെയും ബേസിസിലാണ് ഫാമേഴ്സിന് മിൽക്ക് വാല്യൂ കൊടുക്കുക ആപ്കോസിൽ. SNF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് നോട്ട് ഫാറ്റ് എന്നാണ്. ഫാറ്റിൻ്റെയും SNFിൻ്റെയും ബേസിസിലാണ് മിൽക്ക് വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ SNF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് നോട്ട് ഫാറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ലാക്ടോസ് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുകയെന്ന്. ടു ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്. പാലിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാക്ടോസ് മീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആപ്കോസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ മിൽക്ക് സൊസൈറ്റീൻ്റെ എത്ര ടയർ സ്ട്രക്ചറിലാണ് ഡയറി കോർപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്, അത് ഏതൊക്കെ സ്ട്രക്ചറാണെന്ന് പഠിച്ചു. ആപ്കോസിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. അപ്പം അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം എങ്ങനെയാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള 3 ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പെക്സ് ലെവലുണ്ടാവും, അതിന് നടുവിൽ സെൻട്രൽ ലെവലുണ്ടാവും, ബേസ് ലെവലുണ്ടാവും. ബേസ് ലെവലിലാണ് ആപ്കോസ് വരുന്നത്. ആപ്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എത്രയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലോണം ഇരുന്ന് പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കാണ്ട് പഠിക്കുക. അപ്പം പലരും പെയ്ഡ് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് കൊടുക്കണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ സ്പെഷ്യലായിട്ട് കുറച്ച് ടോപ്പിക്സ് മാത്രം നമ്മളങ്ങനെ സ്പെഷ്യലായിട്ട് പെയ്ഡ് ക്ലാസ്സസ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റായിട്ട് ചോദിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്